തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട അനന്തരം സ്വദേശമായ മോവാബ് വിട്ട് തൻ്റെ അമ്മാവിയമ്മയായ നവോമിയോടൊപ്പം രൂത്ത് ബെത്ലഹേമിൽ എത്തിയപ്പോൾ അവിടെ യവക്കൊയ്ത്തിൻ്റെ ആരംഭമായിരുന്നു. തൻ്റെ ജീവിതവൃത്തിക്കായി കതിർ പെറുക്കുവാനായി രൂത്ത് വയലിലേക്ക് പോയി. ഭാഗ്യവശാൽ അവൾ ഏലിമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവസിൻ്റെ വയലിലായിരുന്നു ചെന്നത്. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ പിന്നാലെ നടന്ന് കതിർ പിറക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. രൂത്തിനെ കണ്ടപ്പോൾ ഈ യുവതി ഏത് എന്ന ബോവസിൻ്റെ ചോദ്യത്തിന് കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ നൽകുന്ന മറുപടിയിൽ രൂത്തിൻ്റെ ജോബ് പെർഫോമൻസ് ഇവാലുവേഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ രൂത്തിനെ പറ്റി നൽകിയ റിപ്പോർട്ട് അത്രേ, ഷീ കെയിം ആൻഡ് ഹാസ് കണ്ടിന്യൂഡ് ഫ്രം മോർണിംഗ് അണ്ടിൽ നൗ. അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. എ ഫെയ്ത്ത്ഫുൾ ആൻഡ് എ ഹാർഡ് വർക്കിംഗ് വുമൺ. വിശ്വസ്തയും കഠിനാധ്വാനിയുമായ സ്ത്രീ. എത്ര നല്ല ഒരു പെർഫോമൻസ് റിപ്പോർട്ടാണ് രൂത്തിനെ പറ്റി നൽകിയതെന്ന് നോക്കുക. ഹാർഡ് വർക്കിംഗ് ആൻഡ് പഞ്ച്വാലിറ്റി. കഠിനാധ്വാനവും കൃത്യനിഷ്ഠയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം പുലർത്തേണ്ട കർത്തവ്യമാണ്. ഇന്ന് പലരും അലസരും മടിയന്മാരും സമയം പാലിക്കാത്തവരും അവിശ്വസ്തരും നിഷേധാത്മക മനോഭാവക്കാരുമായി ജീവിക്കുമ്പോൾ ഇവരിൽ നിന്നും വ്യത്യസ്ത മനോഭാവമുള്ളവരായി ജീവിക്കുവാൻ നാം പഠിക്കണം, ഉത്സാഹിക്കണം. തിരുവചനം ഈ രണ്ടു കൂട്ടരെ പറ്റിയും പറയുന്നത് ശ്രദ്ധിക്കുക. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, മടിയൻ കൊതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടിയുണ്ടാകും. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 29-ാമത്തെ വാക്യം, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കും. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 4-ാം വാക്യം, മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു, ഉത്സാഹിയുടെ കൈയോ സമ്പത്തുണ്ടാക്കുന്നു. നമ്മുടെ തൊഴിലിടങ്ങളിലെ ഇമ്മീഡിയറ്റ് ബോസും കുടുംബ ബന്ധങ്ങളിലെ കൂട്ടാളിയും ആത്മീയ ലോകത്തിലെ സഹവിശ്വാസികളും സഭാ ശുശ്രൂഷകരും നമ്മെപ്പറ്റി നൽകുന്ന റിപ്പോർട്ടിന് വളരെ വിലയുണ്ട്. നമ്മുടെ കടപ്പാടും ഉത്തരവാദിത്വവും ജീവിതത്തിലെ എല്ലാ തുറകളിലും വിശ്വസ്തയോടും കഠിനാധ്വാനത്തോടും കൃത്യനിഷ്ഠയോടും കൂടെ നിർവഹിക്കുവാൻ സമർപ്പണം ആവശ്യമായിരിക്കുന്നു. അലസന്മാരും മടിയന്മാരും അവിശ്വസ്തരും ഭൂമിക്കെപ്പോഴും ഒരു ഭാരം തന്നെയാണ്. രൂത്തിനെ പറ്റി കേട്ട അനന്തരം ബോവസ് അവളെ തൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുകയുണ്ടായി. അനുഗ്രഹവും ആദരവും ബഹുമാനവും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജോലിയോടും ഉത്തരവാദിത്തങ്ങളോടും അർപ്പണ മനോഭാവത്തോടെ നാം സമീപിക്കുമ്പോൾ മാത്രമാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.